സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിന് ഇപ്പോഴും ഉള്ളു നീറുകയാണ്. 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെൺമക്കളെ 2 പേരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും DGPക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. സംഭവം വിവാദമായതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. GD ചാർജുള്ള പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും എന്നെ പിടിപ്പിച്ചത്. മാനസികമെന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. അങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണം മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. വേറൊരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെയും എന്നെ ഈ മാനസികമായിട്ട് പീഡിപ്പിച്ച ഈ പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ മോഷണ കേസ് പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസന്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിന് പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4-ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.